നമസ്കാരം. ചെറിയൊരു സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞ് സിൽവർ അരോണ ഒരു മാസത്തിൽ കൂടുതലായി, ഇപ്പോൾ 1-2 മാസം ആവുന്നു. ആള് മരണപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഫീഡ് എടുക്കുന്നില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് നമുക്ക് തീരെ ചെറിയ ഗപ്പിയുടെ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ഏരിയയിൽ. അപ്പോൾ ഗപ്പി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഗോൾഡ് ഫിഷ് ചെറുത് കൊടുത്തു. ഗോൾഡ് ഫിഷൊക്കെ ആദ്യം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ ഒരു ഇൻടേക്കും നിർത്തി. അങ്ങനെ ഒരു 2 ദിവസമായിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ. ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് അത് ചത്ത് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നും പ്രകൃതി പറയുന്നത് വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന്. നമ്മൾ ഈ മരിച്ചിരിക്കുന്ന അരോണേനെ നമ്മൾ തന്നെ വേറൊരു ഫിഷുണ്ട്, ഒരു ഹണ്ടർ ഫിഷ്, അതിന് ഫീഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുമെന്നറിയില്ല. അപ്പോൾ നമ്മളുടെ ഒരു അലിഗേറ്റർ ഉണ്ടോ, ഓൾമോസ്റ്റ് ഒരു വർഷം ആയതാണ്. അപ്പോൾ അതിനൊന്ന് ഇട്ട് നോക്കാം. ഇത് കഴിക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല. ഇപ്പോൾ ഏർലി മോർണിംഗ് ആണ്, ആൾ ഉറക്കമായിരിക്കും. നമുക്കൊന്ന് ആളെ ഉണർത്തി നോക്കാം. ആൾ ഫീഡ് എടുക്കുമോ ഇല്ലയോ നോക്കാം. നമ്മൾ ആളെ ഉണർത്തിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കുട്ടി സിൽവർ അരോണെ ആൾക്ക് ഫീഡായിട്ട് കൊടുക്കാം. അപ്പോൾ ആളിലൂടെ നമ്മുടെ സിൽവർ അരോണെ നമുക്ക് കാണാൻ പറ്റും. വെറുതെ നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ആൾ ഫീഡ് ചെയ്തോട്ടെ. ആൾ ഫീഡ് ചെയ്ത് കഴിയുമ്പം ആളുടെ കൂടെ നമ്മുടെ സിൽവർ അരോണയും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അല്ലേ. ചില ആൾക്കാർക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ല നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നതിനോട്. പക്ഷെ എന്തായാലും അത് പ്രകൃതിയുടെ ഒരു നിയമമാണല്ലേ, ഒന്ന് വേറൊന്നിന് ഫീഡാകുമോ എന്നുള്ളത്. എന്തായാലും ഇത് ലൈവല്ല, ഓൾറെഡി മരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീഡായിട്ട് കൊടുത്തു. ആൾ പക്ഷേ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു, എടുക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടും ഒത്തിരി എൻ്റർടൈൻ ചെയ്യുന്നില്ല ആ ഒരു ഫീഡ്. നോർമലി നമ്മളൊരു ഫീഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് എടുക്കുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു, അറിയില്ല അരോണ ആയതുകൊണ്ടാണോ, ഫസ്റ്റ് ടൈമാണ് അരോണയെ ഫീഡായിട്ട് കിട്ടുന്നത് ആൾക്ക്. അതിൻ്റെ ഒരു ഡിലേ ആവാം. ഇല്ല, എടുക്കില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഫീഡ് എടുക്കാൻ സാധ്യതയില്ല. ആൾ കണ്ടിട്ടും താഴോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഫീഡ് എടുക്കാനുള്ളൊരു ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഈ ഒരു ടൈമിനുള്ളിൽ ഫീഡ് എടുക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് അരോണയുടെ ഒരു ബോഡി അവിടെ നിന്ന് എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടി തന്നെ വരും. എന്തായാലും കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പം എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിലോ. അത് പക്ഷെ നോക്കുന്നേ ഇല്ല, ആ ഒരു ഏരിയയിലോട്ട് നോക്കുന്നതേ ഇല്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഈ ഒരു അരോണ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്കൊരു കളറൊക്കെ ചില ആളൊന്ന് അടുത്തോട്ട് വരുന്നുണ്ട്. എടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു അറ്റാക്കിങ് മോഡില്ല. സൂം ചെയ്ത് നോക്കാം. അരോണ കുറച്ച് ടൈമായി, ബെൻഡായിട്ടുണ്ട്, ബോഡിയൊക്കെ ബെൻഡായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു അരോണയായിരുന്നു. ഒരു 1.5 months ആയതായിരുന്നു. അത് വളരെ കാര്യമായിട്ട് നോക്കിയത്. ഒരു അഗ്രഷൻ അലിഗേറ്ററിൽ വന്നിട്ടുണ്ട്. അലിഗേറ്റർ അടുത്ത് നോക്കുന്നുണ്ട്, കണ്ടു എന്തായാലും ആൾ, കാണാത്തതല്ല. പക്ഷെ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആൾ പിന്നെ ബാക്കിലോട്ട് പോയിരിക്കുക. എനിക്കൊന്ന് അലിഗേറ്ററിൻ്റെ ആ ഒരു ഫീഡ് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അരോണ അങ്ങനെ കഴിച്ച് നമ്മൾ കണ്ടിട്ടില്ല, അതാവാം. അതായത് താഴേക്ക് സ്വിം ചെയ്യാൻ ആൾ ബേസിലേക്ക് വന്നിട്ട് ആ ഒരു ഫീഡ് വേണ്ട എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മിനിറ്റിക്കുള്ളായല്ലോ. നമ്മളൊരു സെക്കൻഡ് പോലും വേണ്ട നോർമലി ഫീഡ് ഇട്ട് കഴിഞ്ഞാൽ. അലിഗേറ്റേഴ്സ് ഭയങ്കര അഗ്രസീവാണ്. ഉടനെ തന്നെ ഗ്രാബ് ചെയ്യും ആ ഒരു ഫീഡ്. അറ്റാക്കിങ് മോഡിലാണ് ഗ്രാബ് ചെയ്യുക. ഇതിപ്പോൾ ആ ഒരു അറ്റാക്കൊന്നും കാണുന്നില്ല, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഫീഡ് എടുക്കുമെന്ന്. എന്തായാലും കുറച്ച് ടൈം കൂടെ ആ ഒരു വീണ്ടും മേളിലേക്ക് വരുന്നുണ്ട്, പിന്നെ താഴേക്ക് പോകുന്നുണ്ടെന്നല്ലാതെ ആ ഒരു ഫീഡ് എടുക്കാൻ നോക്കുന്നില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ, ചിലപ്പോൾ എടുത്താലോ. ഇപ്പോൾ ഫീഡ് താഴേക്ക് വരുന്നുണ്ട്, എന്തായാലും അറിയാം. അവസാനം ഫീഡ് ഗ്രാബ് ചെയ്തു. എപ്പോഴും അലിഗേറ്റർ അറ്റാക്ക് ചെയ്യുന്നത് ഹെഡിലായിരിക്കും. ഏതൊരു പ്രേ ആണെങ്കിലും അതിൻ്റെ ഹെഡ് പോർഷനായിരിക്കും ഫോക്കസ് ചെയ്യുക. ഹെഡ് പോർഷൻ കടിച്ചു പിടിച്ചുകൊണ്ട് മെല്ലെ ഈവൻ അത് നമ്മുടെ പരുന്താണെങ്കിലും മീനിനെ കൊത്തിക്കഴിഞ്ഞാൽ ഈ സെയിം മോഡലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഹെഡ് ഫോക്കസ് ചെയ്തിട്ട് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് മൊത്തത്തിൽ അകത്തോട്ട് ഇടുക. സെയിം പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അലിഗേറ്റർ എന്തായാലും നമ്മളുടെ കുട്ടി സിൽവർ അരോണെ ഫുള്ളായിട്ട് സോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് നമ്മുടെ സക്സസ്ഫുൾ ആണ്. നമ്മുടെ സിൽവർ അരോണ അലിഗേറ്ററിലൂടെ നിലനിൽക്കട്ടെ. അലിഗേറ്ററിന് എന്തായാലും നല്ലൊരു ഫീഡ് കിട്ടിയിട്ടുണ്ട്. സിൽവർ അരോണ നമ്മൾ എന്തായാലും ഇനി ഒരെണ്ണം കൂടെ മേടിക്കണം. നമുക്ക് സിൽവർ അരോണ
എന്തായാലും ഒരെണ്ണം വേണം. കാരണം നേരത്തെ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നൊരു സിൽവർ അറോണ മരിച്ചു പോയപ്പോഴാണ് നമ്മളിപ്പോൾ പുതിയത് മേടിച്ചു. പക്ഷേ സിൽവർ അറോണയുടെ ലൈഫ് വളരെ സെൻസിറ്റീവാണ്. നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് നോക്കിയാൽ പോലും ഇടയ്ക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മൾ സിൽവർ അറോണ അത്രയും സെൻസിറ്റീവായിട്ട് നമ്മൾ വേണ്ട ആ ഒരു മെഡിസിനും എല്ലാം കൊടുത്താണ് കെയർ ചെയ്തിരുന്നത്. പക്ഷെ ഒരു വർഷമായപ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്ക് ഇത് ഫീഡ് എടുക്കാണ്ടായാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പം എന്താണ് എൻ്റെ ഇഷ്യൂ എന്ന് ഞാൻ കുറേ ചെക്ക് ചെയ്തു. നമുക്കങ്ങനെ പക്ഷെ കുറേ ടൈമായിട്ട് നിൽക്കുന്ന ഇഷ്ടംപോലെ സിൽവർ അറോണസും ഉണ്ട്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിനെക്കാട്ടി ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണുന്നതിന് വരെ ടാറ്റാ ബൈ.